ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഇന്നിപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാകണേ. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഓണം സീരീസിലെ രണ്ടാമത്തെ അച്ചാർ അപ്പോൾ നമുക്കിന്ന് ചെയ്യാം. സദ്യക്കുള്ള ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാറാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ 4 മാങ്ങയും 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് 5ഓ 6ഓ എടുക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം. നമ്മളിപ്പം മാങ്ങയും പച്ചമുളകും ഈ ഒരു അളവിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം രണ്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയും പച്ചമുളകിനെയും ഒരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. നമ്മൾ അച്ചാറിനുള്ള സാധനങ്ങൾ എടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒരിക്കലും പാടില്ല, ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ അച്ചാർ ചീത്തയാവും. അത് ആ പാത്രത്തിനും വെള്ളം കാണാൻ പാടില്ല. ഇപ്പം ഈ മാങ്ങയിലോ പച്ചമുളകിലോ ഒന്നും ഈർപ്പം കാണാൻ പാടില്ല. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പം 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഞെരടി കൊടുക്കണം. നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ ഞെരടി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ചേക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന മാങ്ങ 1 മണിക്കൂർ നമ്മൾ വച്ചു. ആ ഒരു സമയത്ത് നമ്മൾ വെള്ളമൊന്നും അതിൽ ചേർത്തിട്ടില്ലായിരുന്നു. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരെയാണ്. കണ്ടോ, ഇങ്ങനെ ഇറങ്ങി വരെയാണ്. ഇനി നമുക്കിതിനെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മുടെ എണ്ണയെല്ലാം ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിനി ഇതിലാവശ്യമായിട്ടുള്ള അത്രയും കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് നല്ലോണം പൊട്ടണം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട, 3 ചേർത്താൽ മതി. ഈ ഒരു സമയം നമ്മൾ തീ നല്ലപോലെ കുറച്ചിടുകയോ ഓഫ് ചെയ്തിടുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുത്തായിരുന്നേ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂട്ടുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി ലൂസായിട്ട് കറിയായിട്ട് മാങ്ങാക്കറി വേണമെങ്കിൽ മാങ്ങ തട്ടുന്നതിന് കുറച്ച് മുമ്പായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കുറുക്കി എടുത്തിട്ട് ആ വെള്ളം ഒന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് മാങ്ങ തട്ടിക്കൊടുക്കാം. അങ്ങനെ ചെയ്താലും മതിയായിരിക്കും. നമ്മൾ എന്തായാലും കറിയായിട്ടല്ല എടുക്കുന്നത്. നമ്മളിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവായതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുത്തായിരുന്നു. അതിനുശേഷം തീ കത്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വരും. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മാങ്ങ ഇരുന്ന് വെന്തു പോവും. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻസ്റ്റന്റ് മാങ്ങാക്കറി റെഡി. അപ്പം എല്ലാവരും ഈ ഓണത്തിന് ഈ അച്ചാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സമയമില്ലാത്തവർക്ക് ഓണത്തിന്റെ അന്ന് രാവിലെ ആണെങ്കിലും തയ്യാറാക്കാവുന്ന ഒരു അച്ചാറാണിത്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക്